വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ ആണ്. ഈ കോഴി പൊരുതിയപ്പോൾ തുടക്കി മുട്ട വെച്ചപ്പോൾ തൊട്ടുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ കാണുന്ന അമ്മക്കോഴിയുടെ 4 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് വലുതായി 6 മാസം കഴിഞ്ഞപ്പോൾ മുട്ടിട്ട് തുടങ്ങി. ആദ്യമായിട്ട് അതിന് പൊരുന്നൽ വന്നു. അപ്പോൾ അതിനെ മുട്ട വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ വീഡിയോ എടുക്കാന്നുള്ളൊരു പർപ്പസ് കൂടി ആയിട്ടാണ് ഈ കോഴീനെ മുട്ടയുടെ മേലെ ഇരുത്താമെന്ന് വിചാരിച്ചേക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ പൊരുന്നൽ വന്ന ഫസ്റ്റ് ടൈം പൊരുന്നൽ വന്ന കോഴീനെയൊന്നും നമ്മൾ മുട്ട വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കില്ല. എത്ര നാളിത് പൊരുന്നലുണ്ടാവും, മുട്ടയുടെ മേലെ ഇത് ശരിക്കും ഇരിക്കുമോ, കോഴി കുഞ്ഞുങ്ങളെ നോക്കുമെന്നൊന്നും നമുക്ക് ധാരണയില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഫസ്റ്റ് ടൈം പൊരുന്നൽ വന്നതിനെ വെക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായിട്ട് കോഴീനെ അട വയ്ക്കാമെന്നാണ് നാട്ടുഭാഷയിൽ ഇതിനെ പറയുന്നത്. ഒരു കോഴിക്ക് പൊരുന്നൽ വന്നിട്ട് 4-5 ദിവസത്തിന് ശേഷമാണ് മുട്ടയുടെ മേലെ വെക്കുള്ളൂ. ചില കോഴികൾ ആദ്യത്തെ പൊരുന്നൽ വന്നു കഴിഞ്ഞാലും ആദ്യത്തെ 2-3 ദിവസമൊക്കെ മുട്ടയൊക്കെ ഇടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ വട്ടകയിലാണ് മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വട്ടകയ്ക്ക് വലിയ ഭംഗിയൊന്നുമില്ല. 20 വർഷത്തിന് മേലെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ച കാരണമാണ് ഈ വട്ടകയുടെ അവസ്ഥ ഇങ്ങനെ. പക്ഷെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിയൊരു ചൂടുണ്ട് ആ വെയിലത്ത് വെച്ചേക്കണേൻ്റെ, അത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു പഴംതുണി വെച്ച് കൊടുക്കുക. ആവശ്യമില്ലാത്ത തുണി അല്ലെങ്കിൽ ചാക്കോ വൈക്കോലോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ചൂട് നഷ്ടം പാടില്ല. തുണിയാണെങ്കിലും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ആയിരിക്കണം. ഇത് കുറച്ച് കട്ടിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട പൊട്ടി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. നല്ല സീറ്റിങ് വേണം. നന്നായിട്ട് മുട്ട ഇരിക്കണം. ഇനി 10 മുട്ടയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 10 മുട്ടയുടെ മേലെയും കരിക്കട്ട കൊണ്ട് ഓരോ മുട്ടയുടെ മേലെയും ക്രോസ് സൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിക്കട്ട കോളെന്ന് പറയുന്നത് ഈർപ്പം വലിച്ചെടുക്കും. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് ഈ മുട്ടകൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നനവൊക്കെ എങ്ങനെയെങ്കിലും ഇപ്പോൾ കോഴി പുറത്ത് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല എങ്ങനെയെങ്കിലും കാറ്റടിച്ചോ വെള്ളങ്ങാനും വരാണെങ്കിൽ ഈ കരിക്കട്ട ആ ഈർപ്പത്തിനെയൊക്കെ വലിച്ചെടുത്തോളും. ചില ആൾക്കാർ ഇതിൻ്റെ ഒപ്പം ഈ വട്ടകയിൽ ഇരുമ്പിൻ്റെ കഷ്ണം, വറ്റൽമുളക് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അത് നമ്മൾ അതൊന്നും ചെയ്യണില്ല. കരിക്കട്ട കൊണ്ട് ക്രോസ് സൈൻ മാത്രം വരയ്ക്കണുള്ളൂ. 10 മുട്ടയും ഈ തുണിയുടെ മേലെ പരത്തി വയ്ക്കുക. ഇനി അതിൻ്റെ മേലെ കോഴീനെ വെച്ചിട്ട് വേറൊരു കൊട്ട കൊണ്ട് മൂടാം. വേറൊരു കൊട്ട കൊണ്ട് മൂടിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഇതിനെ പൊരുന്നൽ വന്നിട്ട് മുട്ട വിരിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. ചിലപ്പോൾ കോഴി പേടിച്ചിട്ട് ഓടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കൊട്ട വെച്ച് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലിരുന്നോളും. മാത്രമല്ല ഇങ്ങനെ നമ്മൾ കോഴീനെ വെക്കുമ്പോൾ കൊട്ട തുറന്ന് വെക്കുകയാണെങ്കിൽ കുറച്ച് ഇരുട്ടുള്ളൊരു റൂമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊട്ട വെച്ച് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ടും കിട്ടും. കോഴി ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോവില്ല. വേറെ ഒന്നും വന്ന് കോഴീനെ കൊത്തൂല്ല. ഇപ്പോൾ ഈ കോഴിക്കൂട്ടിൽ ഒരു സൈഡിലാണ് ഇത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നനവുള്ള സ്ഥലത്തൊന്നും നമ്മൾ ഈ വട്ടക ഈ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ചൂടിൻ്റെ നഷ്ടം ഉണ്ടാവും. അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്ത്, ചൂട് കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വേണം ഈ വട്ടക വെക്കാൻ വേണ്ടിയിട്ട്. 37.5 ഡിഗ്രി സെൽഷ്യസിലാണ് മുട്ട വിരിയണത്. അപ്പോൾ ഇൻക്യുബേറ്ററിലൊക്കെ നമ്മൾ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യണവർക്ക് അറിയായിരിക്കും. ഒരു ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയ്ക്കും ചൂട് വേണം. അപ്പോൾ ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ അമ്മക്കോഴീനെ വെക്കണ കാരണം ആ ചൂട് മെയിൻറ്റെയിൻ എപ്പോഴും വേണം. കോഴി എപ്പോഴും മുട്ടയുടെ മേലെ ഇരിക്കണം നാച്ചുറലായിട്ട്. 21 ദിവസമാണ് കണക്ക് മുട്ട വിരിയാനുള്ള കണക്ക്. പിന്നെ കോഴി 1.5 ആടാണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണവും വെള്ളമൊക്കെ കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കൊട്ട തുറക്കുമ്പോൾ വേഗം ഓടിപ്പോയിട്ട് വെള്ളവും ഭക്ഷണമൊക്കെ കുറേ കഴിക്കും. എന്നല്ലാണ്ട് ഇത് ഒരുപാട് ഈ കോഴി ഭക്ഷണം കഴിക്കില്ല. ഒരുപാട് നമ്മൾ ഭക്ഷണം ഈ കോഴിക്ക് കൊടുക്കാനും പാടില്ല. അതിൻ്റെ പൊരുന്നൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. അതിങ്ങനെ മുട്ടയുടെ മേലെ ഇരിക്കാത്തതും അതിൻ്റെ പൊരുന്നൽ പോകുന്നതും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും കോഴി തന്നെ മുട്ടകളൊക്കെ ടേൺ ചെയ്ത് വെച്ചോളും. നമ്മൾ ഇൻക്യുബേറ്ററിൽ ടേൺ ചെയ്ത് വെക്കണ പോലെ ഇവിടെ ടേൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കോഴി തന്നെ അത് ടേൺ ചെയ്ത് വെക്കും.
20ാമത്തെ ദിവസമായപ്പോൾ 4 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 4 കോഴിക്കുഞ്ഞുങ്ങളെ. പക്ഷേ ജസ്റ്റ് ഒന്ന് വട്ടകയിൽ നോക്കിയപ്പോൾ കണ്ടു എന്നതല്ലാണ്ട് അതിനെടുക്കോ ഒന്നോ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് 6 മുട്ടയും കൂടി വിരിയാനുണ്ട്. അപ്പോൾ ആ മുട്ടകൾക്ക് ചൂട് വേണം. നമ്മളത് ഇപ്പം തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മുട്ടകൾ വിരിയില്ല, ചൂട് കിട്ടില്ലല്ലോ കൃത്യമായിട്ട്. 21ാമത്തെ ദിവസമായി 7 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. 3 മുട്ടയാണ് അത് വിരിയാത്തത്, അത് കെട്ടുപോയതാണ് ഈ 3 മുട്ട. ബാക്കി 7 കുഞ്ഞുങ്ങൾ കിട്ടി. ഈ കെട്ട മുട്ട വീടിൻ്റെ അകലെ എവിടെയെങ്കിലും കൊണ്ട് കളയണം ഈ കെട്ട മുട്ട. ഇനി അമ്മക്കോഴിക്കും ഈ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അരിമണി മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് പൊടിച്ചെടുക്കാം. അതും പിന്നെ വെള്ളമാണ്. കോഴിക്ക് വേറെ തീറ്റയൊന്നും കൊടുക്കരുത്. വലിയ അരിമണിയൊക്കെ കോഴിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൊരുന്തലൊക്കെ വേഗം മാറിപ്പോവും. കുഞ്ഞുങ്ങളെയൊക്കെ വേഗം കൊത്തിയാട്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. പകൽ വിറ്റങ്ങളെ പുറത്തൊരു നെറ്റിലോ എന്തെങ്കിലുമൊക്കെ ഇടാം. രാത്രി ഈ വട്ടകയിലോ അല്ലെങ്കിൽ ചൂടുള്ള ഒരു സ്ഥലത്ത് തന്നെ വേണം. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂടെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്ത് ചൂട് കിട്ടുന്ന രീതിയിൽ വേണം എപ്പോഴും ഈ അമ്മക്കോഴീനെയും കുഞ്ഞുങ്ങളെയും വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പട്ടി, പൂച്ച, കാക്ക, കീരി, പാമ്പ്, എർളാൻ, പരുന്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കണം. നല്ല പണിയുള്ള കാര്യമാണ് ഇവറ്റങ്ങളൊക്കെ കൊത്തിച്ചിറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതന്നെ കൊത്തിച്ചിറക്കാമെന്ന് പറയും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ മുട്ട വിരിയിച്ചിറക്കണേനെ കൊത്തിച്ചിറക്കാമെന്നാണ് ഞങ്ങളുടെ നാട്ടുഭാഷയായിട്ട് പറയുക. കുറച്ച് പണിയാണ്, മെനക്കെടണം നമ്മൾ ഇതിൻ്റെ പിന്നിൽ. പക്ഷേ നല്ല നാടൻ കോഴിമുട്ട എല്ലാ ദിവസവും കഴിക്കാം. മാത്രമല്ല ഇവർ നമ്മളിങ്ങനെ ബബ്ബ എന്നൊക്കെ പറയുമ്പോൾ ഈ കോഴികളൊക്കെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ ഈ കോഴികൾക്കൊക്കെ നമ്മളോട്. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് മഞ്ഞൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ കുറേ അസുഖങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നന്നേ ചെറിയ പ്രായത്തിലൊന്നും മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, തുള്ളി മരുന്നൊന്നും. അത് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുള്ള മരുന്നൊക്കെ കിട്ടും. അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരും ചത്തുപോകും. നമ്മൾ മരുന്ന് കുറച്ച് കൂടുതൽ മതി, അപ്പോഴേക്കും അവരും ചത്തുപോകും ചിലപ്പോൾ. അതുപോലെ തന്നെ കുറച്ച് വലുതായതിന് ശേഷം ഈ വിരയുടെ മരുന്ന്, തുള്ളി മരുന്നുകളൊക്കെ കൊടുക്കും. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും കണ്ട. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കോഴിപ്പട ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തി അകറ്റിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുത്ത് അവരെ കൂട്ടിലിട്ടിട്ട് വളർത്തണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പോയാ അകത്തേക്ക് പോയേ.